ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് YIP കുറിച്ചാണ്. എന്താണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു YIP കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിലെ ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. YIP കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കുക. അതുപോലെ തന്നെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വെക്കാം. ഈ ഒരു ചാനലിൽ നമ്മൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, സോ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം YIP എന്ന് പറയുന്നതിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ഗവൺമെന്റ് ഓഫ് കേരള 2018 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് YIP എന്ന് പറയുന്നത്. കുട്ടികളിലുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കുട്ടികളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് ഫിനാൻഷ്യലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഫിനാൻഷ്യലി അവരുടെ പ്രൊഡക്ട്സിനെയും അതുപോലെ തന്നെ അവരുടെ ഐഡിയാസിനെയും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള, അതുപോലെ തന്നെ അവരുടെ ഐഡിയാസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സെറ്റപ്പുകൾ, നമ്മളിപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ റോബോട്ടിക്സ് ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല, അതുപോലെ തന്നെ കോഡിങ് എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല. സോ ഇങ്ങനത്തെ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് പറയുന്ന പേരാണ് YIP എന്ന് പറയുന്നത്. ഈ YIPയിലൂടെ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ആർക്കൊക്കെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറ്, 13 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, കുട്ടികളല്ല വലിയവർക്കും ഇതിനെന്താണ് അപേക്ഷിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളാണെങ്കിലും എയ്ഡഡ് സ്കൂളാണെങ്കിലും പ്രൈവറ്റ് സ്കൂൾസിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇതിന് അപേക്ഷിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഒരു കുട്ടിക്ക് മാത്രമായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല, ഒരു ടീമിനാണ് പങ്കെടുക്കാൻ പറ്റുക. ഒരു ടീമിൽ 2 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ ടീമായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ ഒരു വർഷമാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് കുറേ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓരോ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്. സോ ബേസിക്കലി സ്കൂൾ സ്റ്റുഡൻസിന് ഇത് പോസിബിൾ ആണ്, 12th വരെയുള്ള സ്കൂളിലെ കുട്ടികൾക്ക് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ, അതുപോലെ പോളിടെക്നിക്സ്, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതുപോലെ ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്കും, ഡിഗ്രി കോളേജുകളിലൊക്കെ പഠിക്കുന്ന, അത് പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്താക്കും ഇത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് സ്ട്രീംസ് ആയിട്ടുള്ള മെഡിക്കൽ, ആയുർവേദ, ഹോമിയോപ്പതി അലൈഡ് എഡ്യൂക്കേഷൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോസിബിൾ ആണ്. ഇനിയിപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഈ പറയുന്ന സ്കില്ലുമായൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും YIP കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്, YIP എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ മുമ്പേ ഒരു അവാർഡ് കിട്ടിയതോ അല്ലെങ്കിൽ മുമ്പേ ഐഡിയ മീൻസ് എല്ലാ ഐഡിയയും എന്താക്കണം, കൃത്യമായിട്ട് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്ത ഐഡിയ ആവണമെന്നോ അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. ഈ ഒരു പ്രോബ്ലംസിനുള്ള സൊല്യൂഷനായിട്ട് നിങ്ങൾ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആണ്. ബേസിക്കലി KDisk എന്ന് പറയുന്ന പോർട്ടൽ വഴി നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നടത്തണം. പേര്, നമ്മുടെ സ്കൂൾ ആണെങ്കിൽ, വർക്കിംഗ് ആണെങ്കിൽ, എന്താണോ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്താക്കും, നമ്മുടെ ഐഡിയ സബ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഐഡിയയുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും. ഈ ഒരു ഐഡിയ അവർ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്തതിന് ശേഷം ഇതിനെ അവർ സോർട്ട് ഔട്ട് ചെയ്ത് സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ BRC ലെവലിൽ ട്രെയിനിങ് കൊടുക്കും. BRC എന്ന് പറയുമ്പോൾ സ്കൂൾസിലുള്ള കുട്ടികൾക്ക് BRC ലെവലിലാണ് ട്രെയിനിങ് കൊടുക്കുക. 8 മുതൽ +2 വരെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ഓരോ BRCകളായിട്ടുണ്ടാവും. നമ്മുടെ സബ് ജില്ല എന്നൊക്കെ പറയുന്നത് പോലെ BRC ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. ഈ സെന്റേഴ്സിൽ വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നതായിരിക്കും. അതാണ് 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ കേട്ടോ. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കില്ല. ആ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും സ്ക്രീൻ ചെയ്ത് എടുക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിന്റെ പുറമെ ആയിട്ട് അവർ ഹാൻഡ്സ് ഓൺ മേക്കേഴ്സ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതാണ്. ക്ലാസ്സസ് കൊടുക്കും. എന്തിന്റെ ബേസിലാണ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിസൈൻ തിങ്കിങ്, അതുപോലെ തന്നെ ഈ പറയുന്ന കോഡിങ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ആവശ്യമുള്ള ആളുകൾക്ക് മെയിൻലി ഡിസൈൻ തിങ്കിങ് ആണ് കൊടുക്കാറ്. സോ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മേക്കേഴ്സ് ക്യാമ്പ് കൊടുക്കുന്നതാണ്. ഹാൻഡ്സ് ഓൺ അവരുടേതായ ഈ പറയുന്ന അവരുടെ ഐഡിയനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോട്ടോടൈപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ YIPന്റെ ഭാഗത്ത് നിന്നും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് പ്രോട്ടോത്തോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കുന്നതാണ്, ഇത് എല്ലാവരുടെയും മുന്നിൽ
നമ്മളിത് പബ്ലിഷ് ചെയ്യുകയും അവിടുന്ന് അത് ജഡ്ജ്മെന്റ് നടത്തുകയും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റിസൾട്ടുകളിലേക്കും അതിന്റെ ക്യാഷ് പ്രൈസുകളിലേക്കും ഒക്കെ നീങ്ങാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് YIPയുടെ ഒരു എന്തെന്ന് പറയുന്നത്, ടോട്ടൽ എന്തെന്ന് പറയുന്ന ഒരു സെറ്റപ്പ്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഞാൻ വീണ്ടും പറയുന്നു, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഏതൊരു കുട്ടിക്കും, രണ്ടാളടങ്ങുന്ന ഏതൊരു ടീമിനും ഇതിൽ പങ്കെടുക്കാം. ബേസിക്കലി ഇതിൽ സമ്മാനം കിട്ടുക, ഇതിൽ ജയിക്കുക എന്നുള്ളതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല എക്സ്പ്ലോഷർ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ക്യാമ്പുകളൊക്കെ കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇതെന്താക്കാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 21st സെഞ്ച്വറീസിലെ സ്കിൽസ് അവൈലബിൾ ആണ്, കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ സമ്മാനങ്ങൾ, ഒട്ടേറെ സമ്മാനങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്തും അല്ലാതെയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഈവൻ അതിനുള്ള ഫണ്ടിങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഐഡിയ അടിപൊളി ഐഡിയ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ YIPയിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നവർക്ക് ഇവിടെ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. yip.kerala.government.in എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വേണം രജിസ്റ്റർ ചെയ്യാം, അല്ല നിങ്ങളുടെ സ്കൂൾ ത്രൂ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി, അതായത് നിങ്ങളുടെ ഐഡിയുടെ സോഫ്റ്റ് കോപ്പി ഡോക്യുമെന്റ്, അതായത് വേർഡ് ഫയലോ അല്ലെങ്കിൽ PDF ഫയലോ ആയിട്ട് നിങ്ങൾക്ക് അതിൽ എന്താക്കാം, അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഡെഡ് ലൈനിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ അത് എന്താക്കുക, സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രീനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സ്ക്രീനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിങ്ങിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ റിസൾട്ടിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ട്രെയിനിങ്ങുകളും കോച്ചിങ്ങുകളും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും മെന്റർഷിപ്പും ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ സാധനം സക്സസ്ഫുൾ ആയി നിങ്ങൾക്ക് അടിപൊളി ഐഡിയ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, ഇത് വേറെ എവിടെയൊന്നും കോപ്പി അടിച്ച ഐഡിയ അല്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഫണ്ടിങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇതുപോലത്തെ ബിഗ് അപ്ഡേറ്റ്സിനായിട്ട് ഇൻസ്പയർ മാനക്കിന്റെ അതുപോലെ തന്നെ YIP പോലത്തെ ഇതുപോലത്തെ ബിഗ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇറ്റ്സ് മീ സെലിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കെനെക്സ്. ബൈ, സീ യു ലേറ്റർ.